അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതും മഷ്റൂം കൊണ്ടുള്ളൊരു കുറുമയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് ഉരുകിയ ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ബൗള് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇച്ചിരി ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് അടുത്ത് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തത് വേണ്ടത് ഒരു ക്യാരറ്റാണ്. അതുകൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വേവിക്കാം. എല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. അങ്ങനെ എല്ലാം നല്ല സോഫ്റ്റായിട്ടുണ്ട്. അടുത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളകാണ്. ഇതിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബൗളിൻ്റെ അളവിൽ കുറച്ച് ഗ്രീൻ പീസും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള മഷ്റൂം കൂടി ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ എല്ലാം നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷ് ക്രീം അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് ഇതിലൊഴിച്ച് കൊടുക്കണം. നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മഷ്റൂം കുറുമ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.